നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നോക്കാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അടുത്ത മാസം മുതൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും. അതുപോലെ നമ്മൾ ഒരിക്കലും ഒരു റോങ് റീഡിങ്ങോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിവിടെ എന്താണോ എനർജി കിട്ടുന്നത് ആ എനർജി നിങ്ങളിലേക്ക് നൽകുന്നു. അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കാണാതിരിക്കുക. കാരണം നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമുക്കാർക്കും പോസിറ്റീവായ കാര്യങ്ങൾ ഇൻജെക്റ്റ് ചെയ്ത് തരാൻ സാധിക്കില്ല. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫ് ലവിലൂടെ നേടിയെടുക്കുക. പിന്നെ വളരെ മോശമായിട്ടൊക്കെ മെസ്സേജുകൾ ചിലരിടുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സൽ മെസ്സേജിന് വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തികളും അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല. അത് മറ്റൊരു നെഗറ്റീവായി തിങ്കിങ്ങോടുകൂടിയും ചിന്തകളോടുകൂടിയും വരുന്നവർ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ യൂണിവേഴ്സലായ കാര്യങ്ങളുമായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് അതുപോലുള്ള മെസ്സേജുകൾ ഇടുന്നുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അവരോട് യൂണിവേഴ്സൽ ക്ഷമിക്കട്ടെ. അവർക്ക് നല്ലൊരു വഴികാട്ടി മാർഗനിർദ്ദേശം കൊടുക്കാൻ യൂണിവേഴ്സിന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം റീഡിംഗ് ഫോളോ ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൺസ് ആണ്. 7 ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവരാവാം, പ്രെയർ ചെയ്യുന്നവരാവാം. നിങ്ങൾ ഒരുപാട് ഇമോഷണലി യൂണിവേഴ്സുമായി ഇപ്പോൾ ഒരുപാട് കണക്റ്റഡായ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും പറയും പോലെ 7 ചക്രയിലെ റൂട്ട് ചക്ര, സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയും പോലെ മണിപ്പൂര ചക്ര വർക്കിംഗ് ആവുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മണിപ്പൂര ചക്ര വർക്കിംഗ് ആവുക എന്നതുകൊണ്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രയോജനം നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു ഭാഗ്യമെന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾക്ക് വളരെ ഉണർവായിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലമായിട്ട് ചെയ്യാൻ സാധിക്കുകയും ഉന്മേഷത്തോടു കൂടി ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും ആത്മവിശ്വാസവും നേതൃഗുണം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇത്രയും നാൾ നിങ്ങൾ ഉൾവലിഞ്ഞ് പിന്മാറി നിന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെയ്ത പ്രയോജനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിനി നേതൃഗുണം മുന്നോട്ടിറങ്ങാനും ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്ന വിധം മനസ്സിന് നല്ല ധൈര്യവും ഇച്ഛാശക്തിയും പിന്നെ ആരോഗ്യപരമായ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഈ മണിപ്പൂര ചക്ര നമ്മൾ ആക്റ്റീവ് ആവുന്നവർക്ക് ഷുഗർ, ദഹന പ്രശ്നങ്ങൾ, അൾസർ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവത്തേയില്ല. അതിൽ നിന്നും നമ്മൾക്കൊരു നല്ലൊരു പവറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ്. ഷുഗർ എന്ന് പറയുന്ന രോഗത്തെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു ചക്ര മെഡിറ്റേഷനിലൂടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ക്ഷീണം, എന്ത് ചെയ്യാൻ വയ്യാത്ത ക്ഷീണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി വരുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ളവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കാനും നല്ല ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങൾ മറ്റൊരാൾ മാറ്റി വെക്കുന്ന കാര്യം പോലും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ കരിയർ സ്ഥലത്താണെങ്കിലും എല്ലാം മറ്റൊരാൾ മാറ്റി വെക്കുന്ന കൂടി നിങ്ങൾ ചെയ്ത് ആ വ്യക്തിയെ കൂടി ഹെൽപ്പ് ചെയ്യാൻ മൈൻഡും മനസ്സുമുള്ള വ്യക്തികളെ അത്രത്തോളം നല്ല വ്യക്തിത്വത്തിന് ഉടമകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത ഈ ഒരു ചക്ര മെഡിറ്റേഷൻ്റെ ഫലമായിട്ടും പ്രെയറിൻ്റെ ഫലമായിട്ടും നിങ്ങളിലേക്ക് ഇനി വളരെയധികം പോസിറ്റീവായ ഒരു എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇനിയും മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യാത്തവർ എന്ത് ചെയ്യണം? നിങ്ങളത് ആവർത്തിക്കുക. നിങ്ങളുടെ
മുന്നോട്ടുള്ള ആ ഒരു ലൈഫിൽ പോസിറ്റീവായ ഊർജ്ജവും പോസിറ്റീവായ ഒരു കാര്യങ്ങളുമെല്ലാം വന്ന് ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടും ഏകാന്തമായിട്ടൊക്കെ നിന്ന വ്യക്തികളാണ്. കാരണം നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് ഒരുപാട് നെഗറ്റീവ് വശങ്ങളെ നേരിടുന്ന വ്യക്തികളാണ്. ചിലപ്പോൾ ഒറ്റപ്പെടലാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റു നടത്തുന്നവരാവാം, ഒരുപാട് ബർഡൻ ചുമക്കുന്നവരാവാം. നിങ്ങൾക്ക് കുടുംബഭാരം, കരിയർ സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആളുകളുടെ ഒരു സാന്നിധ്യമാണ്. അതിൻ്റെ ഫലമാണ് നിങ്ങളൊരു ഒറ്റപ്പെടലും ഏകാന്തതയും ഒരു നിരാശയും ഒക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം നിങ്ങൾക്കിനി മാറ്റം വരികയാണ് ഈ ഒരു ചക്ര ആക്റ്റീവ് ആവുന്നതോടുകൂടെ എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിനി ഇമോഷണലി വളരെ ഒരു പോസിറ്റീവായ അവസ്ഥയിലേക്ക് പോവുകയാണ് നെക്സ്റ്റ് മന്ത് മുതൽ. അതായത് നിങ്ങളൊരു പുതിയ വ്യക്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചിങ്, മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നിങ്ങൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉള്ള വ്യക്തികളാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻവോൾവ്ഡ് ആവാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത്. അപ്പം നിങ്ങളിനി ആ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങളുടെ സ്കിൽസുകൾ മുഴുവൻ സ്കിൽസുകളും ഇനി ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ തുടങ്ങാനായിട്ടിരിക്കുന്നവരാണെങ്കിൽ, അതായത് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 100% ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇനി ശക്തിയോടും ധൈര്യത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതുപോലെ സാമ്പത്തികമായ കാര്യത്തിലൊക്കെ വളരെ ഫോക്കസിങ് ചെയ്യാനായിട്ടൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തും അത് വളരെ നല്ല പോലെ യൂസ്ഫുള്ളാക്കിയൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇമോഷണലി നിങ്ങൾ വളരെ സംതൃപ്തിയോടുകൂടി തന്നെ നിങ്ങൾക്ക് പുതിയ കുറേ ഇമോഷൻസും പുതിയ കുറേ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഊർജ്ജസ്വലമായതും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങളാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുമയാർന്നതും ഊർജ്ജസ്വലവുമായത് വന്നു ചേരുകയാണ്. അതായത് കുറേ വ്യക്തികൾക്കൊരു വിവാഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. കുറേ ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കം, നിങ്ങളുടെ എല്ലാ സ്കിൽസും കഴിവുകളും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് കലാകാരന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ അബണ്ടൻസായ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. വളരെ നിഷ്കളങ്കരായ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായ മനസ്സിനും പോസിറ്റീവായ ആ ഒരു പെരുമാറ്റത്തിനും പോസിറ്റീവായ തിങ്കിങ്ങിനും എല്ലാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് വളരെ നല്ല ഒരു ഇമോഷണലി നല്ല ഒരു സാഹചര്യങ്ങളാണ് തുറന്നു വരുന്നത്. ക്വീൻ ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങൾ വളരെയധികം അബണ്ടൻസ്, വളരെയധികം നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾക്ക് എന്തു കാര്യങ്ങളെ നിലനിർത്താൻ, ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇമോഷണലി ഒക്കെ വളരെ സന്തോഷമുള്ള വ്യക്തികളായിരുന്നു. അതായത് നിങ്ങൾ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരോട് സഹകരിക്കാതെ, അതായത് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നവരും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ ആസ്വദിക്കുന്നൊരു വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത്. അതായത് കൂടുതലും ഏകാന്തമായിട്ടിരിക്കാനും ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലൈഫിനൊരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മറ്റൊരു വ്യക്തികളിലെയും ഒരു പ്രോബ്ലംസിനെ കടന്നു വരാൻ അനുവദിക്കാത്ത വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനിടയ്ക്ക് വെച്ച്
കുറച്ച് ഓവർ തിങ്കിങ്, ഒരു ഓരോ കാര്യങ്ങളെ മുന്നോട്ടേക്ക് മൂവിങ് ചെയ്യിക്കാനായിട്ടൊരു സ്റ്റക്നെസ്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എങ്കിലും ഇനി നിങ്ങൾക്കതിനെല്ലാം മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങളൊരു ബിസിനസ് നടത്തുന്നവരാണെങ്കിലും, ഒരു നേതൃപാടവത്തോടു കൂടി പോകുന്നവരാണെങ്കിൽ, ഇനി റൈറ്റർമാർ, എഴുത്തുകാർ, അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇനി ഇതെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ ഇനി ഒരു സാഹചര്യത്തിനും നെഗറ്റീവ് ആക്കാനോ മാറ്റി നിർത്താനോ ഒന്നും സാധിക്കാത്ത വിധം നിങ്ങൾ മുന്നോട്ടേക്ക് ഇനി പോകാൻ പറ്റുന്നു എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ കുറേ വ്യക്തികൾ, അതായത് ഇമോഷണലി ഒരു വിക്ടിംസ്, ഇരയായതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതൊന്നും നിങ്ങൾക്ക് ലഭിക്കാതെ പോയ കുറേ ആളുകളെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ നിരാശയിലും, അതുപോലെ നിങ്ങൾ സ്വയം നിങ്ങളെ ശിക്ഷിച്ച് നിൽക്കുന്നു, നിങ്ങളുടെ മനസ്സൊക്കെ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടും, അതുപോലെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതൊന്നും നിങ്ങൾക്ക് ലഭിക്കാതെ പോയി. നിങ്ങൾ വളരെ നിഷ്കളങ്കതയോടും വളരെ നല്ല ആത്മാർത്ഥതയോടു കൂടിയും നിങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ സാഹചര്യങ്ങളെയും സ്നേഹത്തിനെയാണെങ്കിലും സമർപ്പണ ബോധത്തോടു കൂടി പെരുമാറുന്ന ആളുകളായിരുന്നു നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം കിട്ടിയത് വളരെ നെഗറ്റീവ് ഇരുട്ടടികളാണ് കിട്ടിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അവിടെയൊന്നും നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു സാഹചര്യം ലഭിച്ചതായിട്ടല്ല നമുക്ക് കാണാൻ പോകുന്നത്. അത് കരിയറിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഒരു വ്യക്തികളുമായിട്ടുള്ള കണക്ഷനിലാണെങ്കിലും കരിയറിലാണെങ്കിലും നമ്മളുടെ ബന്ധുമിത്രാദികളോടൊത്താണെങ്കിൽ പോലും നിങ്ങൾക്കെപ്പോഴും ലഭിച്ചത്, നിങ്ങളെപ്പോഴും എല്ലായിടത്തും ഒരു ഇരയായി തീരുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു പരിഗണനയോ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു പെരുമാറ്റമോ ഒന്നും ലഭിച്ചിട്ടില്ലാത്ത പോലെയാണ് കാണുന്നത്. അതുപോലെ കരിയറിലൊക്കെ പുതിയ തുടക്കങ്ങൾക്കും മറ്റുമൊക്കെ നിങ്ങൾ ഒരുപാട് ടൈം വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവരെ കാണുന്നുണ്ട്. ഒരുപാട് സമയം നിങ്ങൾ ക്ഷമയോടെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് കരിയർ സംബന്ധമായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ ഇൻ്റർവ്യൂവിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കാം, അതല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ബാലൻസിലേക്ക് പോവുകയാണ്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ബാലൻസിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കിനി അവിടെ ഒരു ബാലൻസ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളും ബ്ലെസ്സിങ്സോടു കൂടി കിട്ടും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ എല്ലാം മാറി നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാനും നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അത് വ്യക്തിബന്ധങ്ങളിലാണേലും അത് നിങ്ങൾക്ക് പോസിബിൾ ആണോ, അത് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾ പ്രാപ്തരാവുകയും ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ച്ചതിനേക്കാൾ നല്ല രീതിയിൽ വളരെ സ്പീഡിന് നിങ്ങൾ എത്രത്തോളം ആ ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തോ അത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു സാഹചര്യം വന്നു ചേരുകയാണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നീതി ലഭിക്കാനായിട്ട് നിങ്ങൾ ചില ബന്ധങ്ങളിലായിരിക്കാം, ചില സ്ഥലങ്ങളിലായിരിക്കാം, അതുപോലെ നിങ്ങളുടെ വീട് സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെല്ലോ കാര്യങ്ങളിൽ തൊഴിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും, അതുപോലെ യാത്ര പോകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ചെയ്തും അതുപോലെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെങ്തും ശക്തിയും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ മുൻപോട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോവാൻ ശ്രമിച്ച വ്യക്തികളെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ്, നിങ്ങളുടെ ആ ഒരു നന്മയ്ക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
നിങ്ങൾക്ക് നീതിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾക്കും നിങ്ങൾ ഒരുപാട് ഊർജ്ജസ്വലമായും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് നീതി ലഭിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവുന്നതായിട്ടാണ് നെക്സ്റ്റ് മന്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. 2 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് നിരാശയോടുകൂടി ഏതോ സാഹചര്യത്തെ ഓർത്തിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതൊരു നെഗറ്റീവായൊരു എനർജിയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ബന്ധമല്ല നിങ്ങളിൽ വന്നു ചേർന്നത്. വളരെ നെഗറ്റീവായി നിങ്ങൾക്ക് ഒരുപാട് വേദനാജനകമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഒരുപാട് ആ ഒരു ബന്ധത്തിന് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഇമോഷണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങളിപ്പം വളരെ നിരാശയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിൽ നിന്നും ആ ഒരു സാഹചര്യം മാറുകയാണ്. നിങ്ങളതെല്ലാം ഹീലാക്കുകയാണ്. നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുകയാണ്. നിങ്ങളിനി മുന്നോട്ട് വളരെ പോസിറ്റീവായിട്ട് ഹാപ്പിനെസ്സോടു കൂടി എല്ലാ ഹാർട്ട് ബ്രേക്കിങ്ങും എല്ലാം മാറി നിങ്ങൾ പോസിറ്റീവായിട്ട് വളരെയധികം നല്ല ദ ഹെർമിറ്റാണ്. നിങ്ങൾക്ക് തിങ്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിനി പക്വതയോടുകൂടി ഓരോ കാര്യങ്ങളെയും കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയായി തീരുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരെ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇനി ബിഹേവ് ചെയ്യാനും അവരോടൊത്ത് നിങ്ങൾ സഹകരിക്കാനും അവരിലേക്ക് നിങ്ങളിനി ഇറങ്ങി ചെല്ലാനും സാധിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ പോസിബിൾ ആവുകയാണ്. ദ ഫൂൾ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഇനി നിങ്ങൾക്ക് പുതിയ തുടക്കമാണ്. പുതിയ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ദ എംപററാണ്. നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പാകത്തിന് വളരെ പോസിബിളായൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇനി എത്തിച്ചേരുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പോകട്ടെ, നിങ്ങൾ അതിനെ വിട്ടുകളയുക. നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും സാഹചര്യത്തെ ഉപേക്ഷിക്കാതെ നിങ്ങൾ വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. അതുമല്ലെങ്കിൽ ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ നിർത്തുക. ഒന്നെങ്കിൽ അത് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ആഴത്തിൽ ചിന്തിക്കുക. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് സംഭവിക്കാനുള്ളതാണ്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരും. അത് നമ്മളെ വിട്ടൊരു ടൈം കഴിയുമ്പോൾ പോകും. അനാരോഗ്യകരമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക. എന്നാൽ മാത്രമേ മെച്ചപ്പെട്ട സാഹചര്യം വരുവാൻ അനുവദിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായ തിങ്കിങ്ങും നെഗറ്റീവായ വ്യക്തികളെയും നെഗറ്റീവായ സാഹചര്യങ്ങൾ, ചിലർക്ക് ചില ജോലിയാവാൻ ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകാനുള്ള ആഗ്രഹത്തോടു കൂടി ഇരുന്നവർക്ക് അത് സാധിക്കാതൊക്കെ വരുന്നത് വളരെ നെഗറ്റീവായൊരു അവസ്ഥയിൽ നിൽക്കും. അതൊക്കെ വിട്ട് കളയുക. നമുക്ക് അർഹമാകുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ കാര്യം നിങ്ങളിലേക്ക് ഉടനെ എത്തിച്ചേരും. പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. ഈ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് ആകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് മനുഷ്യനെ കൊണ്ടൊന്നും സാധിക്കാത്തൊരു കാര്യം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. വളരെ അധികം ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാതെ മുറുകെ പിടിക്കുക. നിങ്ങൾ നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നേടുക. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അഫർമേഷൻസുകൾ, ചക്രാസുകൾ, ഇതിനെയെല്ലാം കുറിച്ച് ശരിക്കും നമ്മൾ അറിവ് നേടുക. ജോലി സംബന്ധമായ കാര്യത്തിനാണെങ്കിലും ഏത് സാഹചര്യത്തെക്കുറിച്ചാണെങ്കിലും ആ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിപരമായൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ട അറിവും ഉപദേശവും അതിനെക്കുറിച്ച് അറിയാവുന്നവരോടോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോടോ സുഹൃത്തുക്കളോടോ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത്.
എല്ലാവർക്കും നന്മ വരട്ടെ. എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.